എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 39ാമത്തെ സർഗത്തിൽ 17 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സഗരപുത്രന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ അശ്വത്തിനെ, യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തിയിരുന്ന അശ്വത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഗരൻ്റെ നിർദ്ദേശത്തോടു കൂടി പോവാൻ പുറപ്പെടുകയാണെന്നുള്ളതാണ്. ആ അശ്വത്തിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നാൽ മാത്രമേ യാഗം വളരെ ഭംഗിയായിട്ട് നടക്കുള്ളൂ എന്നുള്ളത് ഉപാധ്യായന്മാരൊക്കെ അറിയിച്ചതിനെ തുടർന്നാണ് മക്കൾ 60,000 പുത്രന്മാർ അതിനായിട്ട് പുറപ്പെട്ടത്. എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്നുള്ളത് നോക്കാം. 17ാമത്തെ ശ്ലോകം നോക്കാം. തേ സർവേ ഹൃഷ്ടമനസോ രാജപുത്ര മഹാബലാ ജഗ്മുർമഹീതലം രാമ പിതുർവചനയന്ത്രിതാ. തേ സർവേ ഹൃഷ്ടമനസ രാജപുത്രാ മഹാബലാ. ഈ 60,000 പുത്രന്മാരെ പറ്റിയിട്ട് പറയാണ്. രാജപുത്രന്മാർ, സഗര മഹാരാജാവിൻ്റെ പുത്രന്മാരും മഹാബലശാലികളുമായിരുന്ന, അതുപോലെ തന്നെ അച്ഛൻ്റെ ആജ്ഞ കേട്ട് സന്തുഷ്ടരായിത്തീർന്ന, അച്ഛനൊരു ഗംഭീരമായിട്ടുള്ളൊരു യാഗം നടത്താൻ പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു കുതിരയെ കൊണ്ടുവരികയും ആ കുതിരയെ നഷ്ടപ്പെട്ടപ്പോൾ അതിനെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ അവരെ ചുമതലപ്പെടുത്തിയപ്പോൾ അതിൽ വളരെയധികം സന്തുഷ്ടരായിത്തീർന്നു ഈ കുട്ടികൾ. അപ്പോൾ അവരെല്ലാവരും ഹൃഷ്ടമനസ വളരെ സന്തുഷ്ടരായിട്ട് തേ സർവേ 60,000 പേരും എന്തു ചെയ്തു? ജഗ്മുർമഹീതലം രാമ പിതുർവചനയന്ത്രിതാ. അവരെല്ലാവരും തന്നെ ഭൂമിയിലേക്ക്, അതായത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. പിതുർവചനയന്ത്രിതാഹ എന്നുള്ള വാക്കിനർത്ഥം അച്ഛൻ്റെ വാക്കുകളാൽ നിയന്ത്രിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ അച്ഛൻ്റെ വാക്കുകൾ കൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടവരായി പോകുന്നവർ, അച്ഛൻ്റെ വാക്കിനപ്പുറം പോവാത്തവർ, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ അതിനുണ്ട്. അതാണ് പിതുർവചനയന്ത്രിതാഹ. അച്ഛൻ എന്താണോ പറഞ്ഞത് അത് മുഴുവനും കേൾക്കുന്നവർ, യാഗത്തിനു വേണ്ടിയിട്ട് പരിപൂർണമായി സമർപ്പിച്ച ആ 60,000 മക്കളും മഹീതലം ജഗ്മു. മഹീതലത്തിലേക്ക് ഇറങ്ങി എന്നുള്ളത് കൊണ്ട് ഭൂമിയിൽ എവിടെയൊക്കെ പോയി അന്വേഷിക്കണമെന്നാണോ അച്ഛൻ പറഞ്ഞത് അവിടെ നോക്കാൻ വേണ്ടിയിട്ട്, കുതിരയെ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറപ്പെട്ടു എന്നർത്ഥം. നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കാം. അതിൽ 3 വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗത്വാ തു പൃഥിവീം സർവാം അദൃഷ്ട്വാ തം മഹാബലാഃ യോജനായാമ വിസ്താരമേകൈകോ ധരണീതലം ബിഭിദുഃ പുരുഷവ്യാഘ്രാ വജ്രസ്പർശസമൈർഭുജൈഃ. ഗത്വാ തു പൃഥിവീം, ഭൂമിയിലേക്ക് ഇറങ്ങി എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. എല്ലാ ഭാഗത്തും ചെന്ന് നോക്കിയിട്ടും സർവാം പൃഥിവീം ഗത്വാ, എല്ലാ ഭാഗത്തും ഓരോ യോജന വെച്ച ഓരോരുത്തരും നോക്കണം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ നോക്കിയിട്ടും തം അദൃഷ്ട്വ, ആ കുതിരയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ എന്തു ചെയ്തു? മഹാബലാഹ, അവരല്ലെങ്കിൽ തന്നെ വളരെ ധൈര്യശാലികളും മഹാബലശാലികളുമൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. ആ മഹാബലശാലികളായിരുന്ന ആ 60,000 പുത്രന്മാര് എന്തു ചെയ്തു? യോജന ആയാമ വിസ്താരം ഏകൈകഃ ധരണീതലം ബിഭിദു. അവര് ഈ വിശാലമായി കിടക്കുന്ന ഭൂതലത്തില് ഓരോരോ യോജന വലിപ്പത്തിൽ കുഴിച്ച് താഴത്തേക്ക് നോക്കാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എല്ലാ ദിക്കിലും പോയി നോക്കിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഭൂമി കുഴിച്ചിട്ട് അയലും നോക്കി കണ്ടുപിടിച്ച് കൊണ്ടുവരണം കുതിരയെ എന്ന് പറഞ്ഞിരുന്നല്ലോ. അതേപോലെ തന്നെ യോജന ആയാമ വിസ്താരം ഏകൈകഃ, ഓരോരുത്തരും ഓരോ യോജന എന്ന അളവില്, ഓരോ യോജന വിസ്താരത്തില് ഈ ഭൂമിയെ, ധരണീതലത്തെ, അതിനെന്ത് ചെയ്തു? ബിഭിദു എന്ന് വെച്ചാൽ ഭേദനം ചെയ്തു, ഭേദിച്ചു, മുറിച്ചു അല്ലെങ്കിൽ കുഴിച്ചു എന്നർത്ഥം. അവരെ പറ്റിയിട്ട് വിശേഷിപ്പിക്കുകയാണ്. പുരുഷവ്യാഘ്രാഹ വജ്രസ്പർശസമൈഹി ഭുജൈഹി. ആ പുരുഷവ്യാഘ്രങ്ങൾ, പരാക്രമശാലികളായിട്ടുള്ള ആ സഗരപുത്രന്മാര് അവരുടെ വജ്രസ്പർശസമൈഹി, വജ്രം പോലെ ഉരുക്കുമുഷ്ടികൾ എന്നൊക്കെ പറയും, നല്ല കഠിനമായിട്ടുള്ള കയ്യ്, അത്രയും ശക്തമായിട്ടുള്ള കൈകളുണ്ടെങ്കിലേ ഭൂമിയൊക്കെ കുഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് നോക്കാൻ പറ്റുള്ളൂല്ലോ. അത്ര ശക്തമായിട്ടുള്ള കൈകൾ കൊണ്ട്, അതാണ് വജ്രസ്പർശ സമൈഹി ഭുജൈഹി. വജ്രം എന്ന് പറഞ്ഞാൽ മുറിക്കാൻ ഒട്ടും പറ്റാത്തതായ, അത്രയ്ക്ക് കടുപ്പമുള്ളതായ വസ്തുക്കളെ പറയണ പേരാണ് വജ്രം എന്ന് പറയണത്.
കേവലം വജ്രം അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ കഠിനമാണ്, അല്ലെങ്കിൽ ഹൃദയം വജ്രമാണെന്നൊക്കെ പറയുമ്പോൾ, വജ്രതുല്യമാണെന്നൊക്കെ പറയുമ്പോൾ വജ്രത്തിനെ പോലെ അതിൽ ഭേദിച്ച് കടക്കാൻ പറ്റാത്തതാണ്, മുറിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള അർത്ഥമൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയ്ക്ക് കഠിനമായിട്ടുള്ള ഒരു മുറിവ് പോലും പറ്റാത്ത അത്രയ്ക്ക് ശക്തമായിട്ടുള്ള അവരുടെ കൈകൾ കൊണ്ട് അവരെ ഭൂമി മുഴുവനും കുഴിക്കാനായിട്ട് തുടങ്ങി. ബിഭിതു, എല്ലാവരും ചേർന്നിട്ട് ഓരോരുത്തരും ഓരോ യോജന അളവിൽ ഭൂമി കുഴിക്കാൻ തുടങ്ങി. താഴെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. കൈകൊണ്ട് മാത്രമല്ല ആയുധങ്ങളും ഉപയോഗിച്ചു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 19ാമത്തെ ശ്ലോകം നോക്കാം. ശൂലൈരശനികൽപ്പൈശ്ച ഹലൈശ്ചാപി സുദാരുണൈഃ ഭിദ്യമാനാ വസുമതി നനാദരഘുനന്ദന. ശൂലൈഃ അശനികൽപ്പൈഃ ച, ശൂലമാണല്ലോ, കുന്തം പോലെയുള്ള സാധനം കൊണ്ടാണ് കുഴിക്കാൻ എളുപ്പം. അങ്ങനെയുള്ള ശൂലങ്ങളെ കൊണ്ട് അശനികൽപ്പം, അശനി എന്ന് പറഞ്ഞാൽ ഇടിമിന്നല്, ഉൽക്കാന്നൊക്കെയാണ് അർത്ഥം. ഇടിമിന്നൽ പോലെ അത്രയ്ക്ക് തെളിച്ചവും മൂർച്ചയും വക്കും ഒക്കെ ഉള്ളതായ നല്ല കഠിനമായിട്ടുള്ള നല്ല മൂർച്ചയേറിയതായ ശൂലങ്ങളെ കൊണ്ടും, അതുപോലെ സുദാരുണൈഹി ഹലൈഹി ച അഭി, ദാരുണങ്ങളായ ഇതുപോലെ തന്നെ മുറിവേൽപ്പിക്കാൻ അല്ലെങ്കിൽ കുഴിക്കാൻ നല്ല ശക്തിയുള്ളതായ, ഈ ഭൂമി കുഴിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോണതൊന്നും ആവാൻ പാടില്ലല്ലോ, അത്രയ്ക്ക് ശക്തിയും മൂർച്ചയും ഒക്കെ ഉള്ളതായ ഹലൈഹി, ഹലം കലപ്പ, അപ്പോൾ ശൂലങ്ങൾ അതുപോലെ തന്നെ മൂർച്ചയുള്ള കലപ്പകൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? അല്ലയോ രഘുനന്ദന, വസുമതി ഭിദ്യമാന വസുമതി നനാദ, ആ ആയുധങ്ങളെ കൊണ്ട് കുഴിക്കപ്പെട്ടവളായ ഭൂമി, ഭിദ്യമാന അത് മുറിവേൽപ്പിക്കലാണല്ലോ. അപ്പോൾ ഭൂമിയെ ഒരു സ്ത്രീ ആയിട്ട്, വസുമതി സ്ത്രീലിംഗത്തിലാണ് പറയാ, അത് ഭൂമിക്ക് അപ്പോൾ വല്ലാതെ വേദനിച്ചു ഈ മുറിവേൽപ്പിക്കൽ കാരണം. അങ്ങനെ മുറിവേറ്റപ്പോൾ വസുമതി എന്തു ചെയ്തു? ഭൂമി ഉറക്കെ കരയാൻ തുടങ്ങി. നനാദ രഘുനന്ദന, ഉറക്കെ കരയാൻ തുടങ്ങി വേദനിച്ചിട്ട്. ഈ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രയോഗം കൊണ്ട്, സഗരപുത്രന്മാരുടെ ആയുധപ്രയോഗം കൊണ്ട് മുറിവേറ്റവളായ ഭൂമി ഉറക്കെ കരയാൻ തുടങ്ങി. അതുമാത്രമല്ല, പിന്നെ ആർക്കൊക്കെയാണ് അപകടം പറ്റിയത് എന്നുള്ളതാണ് 20ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. നാഗാനാം വധ്യമാനാനാം അസുരാണാം ച രാഘവ രാക്ഷസാനാം ദുരാധർഷ സത്വാനാം നിനദോഭവത്. നാഗാനാം വധ്യമാനാനാം അസുരാണാം, ഭൂമി ലോകത്തിൻ്റെ, അതായത് മഹീ ലോകത്തിൻ്റെ താഴത്തെ പാതാളമൊക്കെയാണല്ലോ. ആ പാതാള ലോകത്ത് താമസിക്കുന്നവരെന്ന് പറഞ്ഞാൽ അസുരന്മാരുണ്ട്, നാഗങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മുറിവേൽക്കാൻ തുടങ്ങി. അതാണ് നാഗാനാം വധ്യമാനാനാം അസുരാണാം, കൊല്ലപ്പെടുന്നവരായ, മുറിവേറ്റ് മരിച്ചു വീഴുന്നവരായിട്ടുള്ള സർപ്പത്താന്മാര്, നാഗങ്ങളുണ്ട്, അസുരന്മാരുണ്ട്, അവരുടെയൊക്കെ തന്നെ, അതുപോലെ തന്നെ രാക്ഷസന്മാര്, ഇവരൊക്കെ പാതാള ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ഒക്കെ ഒച്ച, അവരുടെ നിലവിളികളും ഒക്കെ കേൾക്കാറായി. സത്വാനാം, അപ്പോൾ വധ്യമാനാനാം നാഗാനാം അസുരാണാം രാക്ഷസാനാം സത്വാനാം ച, കൊല്ലപ്പെടുന്നവരായ, ആയുധങ്ങളുടെ പ്രയോഗം കൊണ്ട് കൊല്ലപ്പെടുന്നവരായിട്ടുള്ള അസുരന്മാര്, രാക്ഷസന്മാര്, നാഗങ്ങള്, മറ്റ് ജീവികൾ ആരൊക്കെയാണോ പാതാള ലോകത്ത് വസിക്കുന്നവര്, അവരുടെയൊക്കെ തന്നെ ദുരാധർഷ നിനദഃ അഭവത്. ദുരാധർഷം എന്ന് പറഞ്ഞാൽ തടയപ്പെടാൻ പറ്റാത്തതായ, ഓരോരുത്തരും മരിച്ചു വീഴുമ്പോൾ അവർ ആർത്തലച്ച് കരഞ്ഞുകൊണ്ടാണ്, ഒച്ചയിട്ടുകൊണ്ടാണ് അവർ ഭൂമിയിൽ അല്ലെങ്കിൽ താഴേക്ക് വീഴുന്നത്. അവരുടെ ശബ്ദവും ഉറക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ആകെ വല്ലാത്തൊരവസ്ഥയായി തുടങ്ങി. ഈ കുതിരയെ അന്വേഷിച്ചുകൊണ്ട് ഇവർ നടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഭൂമി മുഴുവനും കിളച്ച് പാതാള ലോകത്തിന് വരെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താ ഉണ്ടായത്? അതാണ് 21ാമത്തെ ശ്ലോകം കൂടി നോക്കാം. യോജനാനാം സഹസ്രാണി ഷഷ്ടിം തുരഘുനന്ദന ബിഭിദുർധരണീം രാമ രസാതലമനുത്തമം. ഇവർ ഓരോരുത്തരും ഓരോ യോജന കുഴിച്ചപ്പോൾ 60,000 യോജന കുഴി വന്നുല്ലോ. അതാണ് യോജനാനാം സഹസ്രാണി ഷഷ്ടിം. ഷഷ്ടിം സഹസ്രാണി, ഷഷ്ടി സഹസ്രം 10,000 യോജനകൾ അല്ലയോ രഘുനന്ദന ശ്രീരാമ ഇവര് കുഴിച്ചുണ്ടാക്കി. വലിയൊരു വിസ്താരമായിട്ടുള്ള ഒരു പ്രദേശം മുഴുവനും വലിയ കുഴിയായി. അതാണ് ബിഭിദുർ ധരണീം രാമ രസാതലം അനുത്തമം. പൃഥിവിയെ
അനുത്തമം രസാതലം തു, ഈ ഭൂമിയെ അനുത്തമമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രസാതലം എന്ന മട്ടില് രസാതലം ആക്കുന്നു എന്നുള്ള രീതിയിലാക്കി തീർത്തു. അതാണ് ബിഭിദു. ധരണിയും അനുത്തമം രസാതലം തു ബിഭിദു എന്നാണ് അന്വയിക്കേണ്ടത്. ഇവരുടെ ആയുധങ്ങളെ കൊണ്ടും അവരുടെ കൈപ്രയോഗങ്ങളെ കൊണ്ടുമൊക്കെ ഭൂമിയെ രസാതലം പോലെയാക്കി, അല്ലെങ്കിൽ പാതാളം പോലെയാക്കി, കുഴിച്ചു ഭൂമിയില്ലാണ്ടായി പാതാളം അല്ലെങ്കിൽ രസാതലം മാത്രമായി തീരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നാണ് പറയണത്. അതുകൊണ്ടുണ്ടാവുന്ന ദുരിതങ്ങളെ പറ്റിയിട്ടൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. തേ സർവേ ഹൃഷ്ടമനസോ രാജപുത്ര മഹാബലാ ജഗ്മുർമഹീതലം രാമ പിതുർവചനയന്ത്രിതാ ഗത്വാ തു പൃഥിവീം സർവാമദൃഷ്ട്വാ തം മഹാബലാ യോജനായാമ വിസ്താരമേകൈകോ ധരണീതലം ബിഭിദുഃ പുരുഷവ്യാഘ്രാ വജ്രസ്പർശസമൈർഭുജൈഃ ശൂലൈരശനികൽപ്പൈശ്ച ഹലൈശ്ചാപി സുദാരുണൈഃ ഭിദ്യമാനാ വസുമതീ നനാദരഘുനന്ദന നാഗാനാം വധ്യമാനാനാമസുരാണാം ച രാഘവ രാക്ഷസാനാം ദുരാധർഷ സത്വാനാം നിനദോ ഭവത് യോജനാനാം സഹസ്രാണി ഷഷ്ടിം ദുരഘുനന്ദന ബിഭിദുർധരണീം രാമ രസാതലമനുത്തമം. അങ്ങനെ ഈ സഗരന്റെ പുത്രന്മാര് ഖനനം ചെയ്തുണ്ടായ വലിയൊരു 60,000 യോജന ഉണ്ടായ അത്രയ്ക്ക് വലുതായിട്ടുള്ള കുഴിയാണ് പിന്നീട് സാഗരമായത്. സമുദ്രം അപ്പുറത്തുണ്ട്. ഇവര് കുഴിച്ചുണ്ടാക്കിയ ആ വലിയ ഭാഗങ്ങളെയാണ് സാഗരം എന്ന് വിളിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നോക്കണ രാമായണത്തിന്റെ ഭാഗത്തൊന്നുമില്ല. പിന്നീട് എവിടെയെങ്കിലും പറയുന്നുണ്ടോയെന്നറിയില്ല. സഗരന്മാര് അഥവാ സഗരപുത്രന്മാര് നിർമ്മിച്ചത് കൊണ്ടാണ് ആ ഭാഗത്തിന്, അത്രയും 60,000 യോജന വീതിയുള്ളതായ ഭാഗത്തിന് സാഗരം എന്ന് പറഞ്ഞത് പേര് വന്നത്. ഇന്നിപ്പോൾ സാഗരവും സമുദ്രവും ഒക്കെ ഒന്നായിട്ട് തന്നെയാണ് അറിയുന്നത്. പണ്ട് ഈ 60,000 യോജന വെള്ളം കെട്ടി നിന്ന ഭാഗത്തിനെ സാഗരം എന്നായിരിക്കണം വിളിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഇന്നത്തെ ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.